ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് നമ്മുടെ റൂം ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് റൂമിൽ നിന്ന് ലൈറ്റ് ഇട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും സഹായിക്കണേ. റൂമിൽ ചെല്ലുമ്പോഴത്തേക്കതേ ഇതേമാതിരി വലിച്ചു വാരിയിട്ട തുണി, ഇത്രയും വ്യത്യസ്തമായൊരു റൂം. സോ ഡിസ്ഗസ്റ്റിംഗ്. ചൂല വരാകത്തില്ല കേട്ടോ. പിന്നെ ഒരു അവിഞ്ഞ അലമാരിയും അതിനകത്ത് കുറേ സാധനങ്ങളും കുത്തി നിറച്ചിരിക്കുന്ന സീനാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഠിക്കാനെന്ന് പറഞ്ഞാൽ ബുക്ക് മേടിക്കുന്നുണ്ട്, പക്ഷെ പഠിക്കാനൊക്കെ ഭയങ്കര സ്ലോയാണ്. അതുകൊണ്ട് നമുക്ക് അലമാരയിലെ അതിസംഭവമായ കാര്യങ്ങളൊക്കെ കാണാം. ഇത് വെറും പ്രഹസനമൊന്നുമില്ല, ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഹൈജീൻ നോക്കുന്നത്. കുറേ ബിസ്ക്കറ്റിൻ്റെ കവറ്, കുറേ വാരിക്കൂട്ടിയ സാധനങ്ങൾ എല്ലാം അവിടെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇത് നമുക്ക് അപ്പത്തെ ഡ്രോയിങ് കൂടെ തുറക്കാം, അപ്പം നിങ്ങൾക്കൊരു സമാധാനം കിട്ടണ്ടേ. ഇവനെ ഞാൻ ഒരു കടയിൽ നിന്ന് 30 രൂപയ്ക്ക് മേടിച്ചേട്ടോ. ഭയങ്കര ക്യൂട്ടല്ലേ. അമ്മേ, ഇതെന്താ കുത്തക് മിനാറോ? എല്ലാം ഉണ്ട്, നോക്ക്. അതിന് വേണ്ടി കുറേ ബാഗും അതിൽ കുറേ തുണിയും. വെരി നൈസ്. ഇത് ഞാൻ പഠിക്കാൻ വേണ്ടി എഴുതി വെച്ച നോട്ടാ. ഇത് ഞാൻ നോക്കുന്ന പോലുമില്ല. പിന്നെ കുറേ സ്പ്രേ ബോട്ടിൽ, നടുവേദനയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ, ചോദിക്കണം. ഇത് ഞാൻ ഒരു ചെടി വളർത്താൻ കൊണ്ട് ഇങ്ങനെ ഡെസ്കിനടിയിൽ ചെടി വളർത്താൻ വേണ്ടി കൊണ്ടുവച്ചതാ. പക്ഷെ എന്താന്ന് വെച്ചാൽ അളിയനൊരു മൂഡില്ല, ഒന്ന് വളർന്ന് പന്തലിക്കുക എന്താ അല്ലേ. സോ എന്നെ ഫീലാക്കിനി. അപ്പോൾ എപ്പോഴും അവൻ്റെ ഒരു ജാട. ഞാൻ മന്ത്രം ചൊല്ലട്ടെ വളരാൻ. ഓക്കെ, ഞാൻ താഴെ ചെന്നപ്പോൾ ഇവന് എൻ്റെ അടുത്ത് വന്ന് കുറച്ച് കുശലമൊക്കെ പറയണം. അവൻ്റെ കുശലമൊക്കെ കേട്ടിട്ട് ഞാൻ അവനെ കുറച്ചിങ്ങനെ കൂളാക്കിയൊക്കെ വിട്ടു. എന്താണെന്ന് അറിയത്തില്ല, അവന് കുശലം പറച്ചിൽ എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അവനിങ്ങനെ പാമ്പ ചെയ്തുകൊണ്ടേ ഇരിക്കണം എപ്പോഴും. പിന്നെ വന്ന് മടിയിൽ കയറിയിരിക്കും, നമുക്ക് സ്നേഹമൊക്കെ തരും, നമുക്ക് മസാജൊക്കെ ചെയ്തു തരും. അതൊക്കെ അവൻ്റെ കുറേ ഹോബീസാണ്. ഇപ്പോൾ ഒരു ഇതുണ്ട് കേട്ടോ, നമ്മളിങ്ങനെ ഇങ്ങനെ മടി ഇങ്ങനെ നമ്മുടെ ഇട്ടേക്കുന്ന ഡ്രസ്സ് കുറച്ച് വീതിയുള്ളതാണെങ്കിൽ അതിങ്ങനെ ഊഞ്ഞാല് പോലെ ഇരുന്നിട്ട് അതിലിങ്ങനെ കയറി വയറ്റിലിങ്ങനെ അള്ളിപ്പിടിക്കൽ. അത് കുറച്ച് സ്വാഭാവികമാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കാഴ്ചകൾ. ഇനിയും നമുക്ക് സഞ്ചാരത്തിലേക്ക് പോകാം. സഞ്ചാര ജീവിതമൊന്നുമല്ല,